നമസ്കാരം. പശ്ചിമേഷ്യയിലെ കടുത്ത യുദ്ധം നമ്മുടെ അടുക്കളകളെയും ഹോട്ടലുകളെയും സാരമായി ബാധിക്കാൻ പോവുകയാണ്. സംഘർഷം അനന്തമായി നീളുന്നതിനിടെ രാജ്യത്ത് പാചകവാതക ക്ഷാമം കൂടുതൽ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ ആശങ്ക വന്നിരിക്കുന്നത്. കടുത്ത നിയന്ത്രണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വാണിജ്യ സിലിണ്ടറുകളുടെ ഉപയോഗത്തിനാണ് കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഹോട്ടൽ ഉടമകൾക്ക്, അതായത് രാജ്യത്തെ ഹോട്ടൽ ഉടമകൾക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. വലിയ ഹോട്ടൽ ശൃംഖലകളെയാണ് ഇത് സാരമായി ബാധിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഇക്കൂട്ടർക്ക് ലഭ്യത കുറവ് വന്നതോടെ അവരുടെ കച്ചവടം തന്നെ താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. മെട്രോ നഗരങ്ങളിലെ ഹോട്ടലുകൾ പലതും പൂട്ടിക്കഴിഞ്ഞു. അടുത്ത പടിയായി പലതും പൂട്ടലിന്റെ വക്കിലും എത്തിയിട്ടുണ്ട്. ആശുപത്രി, സ്കൂളുകൾ, അനാഥാലയങ്ങൾ എന്നിവയ്ക്ക് വാണിജ്യ സിലിണ്ടർ നൽകുന്നതിൽ മുൻഗണന നൽകാനാണ് നിർദ്ദേശം. ഇതിൽ ഹോട്ടലുകളുടെ കാര്യം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഹോട്ടലുകൾക്ക് സിലിണ്ടർ കിട്ടാൻ ഇനി ഏറെ പണിപ്പെടേണ്ടി വരും. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലമുള്ള വിതരണ പ്രതിസന്ധി മുന്നിൽ കണ്ട് 1955 അവശ്യ വസ്തു നിയമം കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പ്രകൃതിവാതകം എന്നിവയ്ക്കാണ് ഈ നടപടി ബാധകമാകുന്നത്. പ്രകൃതിവാതക വിതരണം ചില നിർണായക മേഖലകൾക്ക് മുൻഗണന നൽകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആഭ്യന്തര ആവശ്യങ്ങൾ, ഗതാഗതത്തിനുള്ള CNG, LPG ഉൽപാദനം, പൈപ്പ് ലൈൻ കംപ്രസർ ഫ്യൂവൽ, മറ്റ് നിർണായക പൈപ്പ് ലൈൻ ആവശ്യങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകും എന്നാണ് വാർത്താ ഏജൻസിയായ NI റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്ത് ഏകദേശം 332 ദശലക്ഷം LPG ഉപഭോക്താക്കളെ ബാധിക്കാവുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇവർക്കുള്ള വിതരണം തടസ്സമില്ലാതെ തുടരാൻ ഉറപ്പാക്കുന്നതാണ് ഈ നടപടിയുടെ പ്രധാന ലക്ഷ്യം. മുംബൈ, ബംഗളൂരു, ചെന്നൈ എന്നിവ പോലെയുള്ള പ്രധാന നഗരങ്ങളിൽ LPG സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് കേന്ദ്രം അടിയന്തര നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞതും വില കുത്തനെ കൂട്ടിയതും ഹോട്ടൽ മേഖലയെ കടുത്ത പ്രതിസന്ധിയിൽ ആക്കിയിട്ടുണ്ട്. ഗ്യാസ് ക്ഷാമം മൂലം മുംബൈയിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും ഹോട്ടലുകൾ പൂട്ടിയ അവസ്ഥയാണ്. മുംബൈയിൽ 20% ഹോട്ടലുകൾ പൂട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ. പാചകവാതക വില വർധന ഹോട്ടൽ മേഖലയെ സാരമായി ബാധിച്ചതോടെ കോയമ്പത്തൂരിലെ പ്രശസ്തമായ അന്നപൂർണ ഹോട്ടൽ ശൃംഖലയിൽ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഹോട്ടലിലെ മെനു വെട്ടിച്ചുരുക്കിയതായും പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തേണ്ടി വരുമെന്നും ഇതിന്റെ ഉടമയായ ശ്രീനിവാസൻ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 3 ദിവസത്തേക്കുള്ള LPG സിലിണ്ടറുകൾ മാത്രമാണ് സ്റ്റോക്കുള്ളതെന്നും ഇദ്ദേഹം ആശങ്കയും പങ്കുവച്ചിട്ടുണ്ട്. വിഷയം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് DMK. പാചകവാതക വില വർധനയിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരക്കെ ആശങ്കയുണ്ട് എന്ന് കനിമൊഴി MP പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അലംഭാവത്തിന് സാധാരണക്കാരാണ് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് എന്നും ഇവർ പറയുകയാണ്. നിലവിലെ സാഹചര്യം കോവിഡ് കാലത്തെ പ്രതിസന്ധികളുടെ ആവർത്തനമാണെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ജനജീവിതം ദുസ്സഹമാക്കുന്ന ഇത്തരം തീരുമാനങ്ങളിൽ നിന്നും കേന്ദ്രം പിന്മാറണമെന്നും കനിമൊഴി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിലക്കയറ്റം മൂലം ചെറുകിട ഹോട്ടലുകളും തട്ടുകടകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. സിലിണ്ടറുകളുടെ ലഭ്യത കുറവും വില വർധനയും ഉച്ചഭക്ഷണത്തിന്റെ ഉൾപ്പെടെയുള്ള വില കൂട്ടാൻ ഹോട്ടൽ ഉടമകളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതേസമയം കേരളത്തിൽ നിലവിൽ ഇക്കാര്യങ്ങൾ സാരമായി ബാധിച്ച് തുടങ്ങിയിട്ടില്ല. എങ്കിലും വരും ദിവസങ്ങളിൽ ആശങ്ക ഉണ്ട്. ഹോട്ടലുകളെയും തട്ടുകടകളെയും വലിയ രീതിയിൽ ആശ്രയിക്കുന്ന മലയാളികൾക്ക് വലിയ ബുദ്ധിമുട്ടാകും ഇനി വരാൻ പോകുന്നത്. ഗ്യാസ് ലഭ്യത കുറയുന്നതിനനുസരിച്ച് ഭക്ഷ്യസാധനങ്ങളുടെ വിലയും കൂടാൻ സാധ്യതയുണ്ട്. അതേസമയം ഗാർഹിക സിലിണ്ടറുകൾക്ക് തൽക്കാലം ക്ഷാമമില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ ബുക്കിങ്ങിലുള്ള നിയന്ത്രണം തുടരുകയും ചെയ്യും. ഹോട്ടലുകാർ ഗാർഹിക സിലിണ്ടറുകൾ വ്യാപകമായി ഉപയോഗിക്കുമോ എന്ന ആശങ്കയാണ് അധികൃതർക്കുള്ളത്. അങ്ങനെ വന്നാൽ ഇനി വീടുകളിലേക്കുള്ള ഗ്യാസ് ലഭ്യതയും വലിയ രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് വരാനിരിക്കുന്നതെന്ന് ചുരുക്കം. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് കേന്ദ്രത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ രാജ്യത്തെ വാതക ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ 3 സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഗാർഹിക സിലിണ്ടറുകളുടെ പൂഴ്ത്തിവയ്പ് സർക്കാർ നിരീക്ഷിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ നിലവിൽ LPG ക്ഷാമം ഇല്ല എന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. അതിനിടെ ഗാർഹിക ഉപയോഗത്തിനുള്ളതടക്കം LPG സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചതും വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സിലിണ്ടർ വില കൂട്ടിയത്. എഞ്ചിൻ ഓയിൽ, ലൂബ്രിക്കന്റ് എന്നിവയുടെ വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിതരണക്കാർക്ക് ഇത് സംബന്ധിച്ച ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കത്തും അയച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വില കൂട്ടാതെ തരമില്ല എന്നാണ് IOC കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. യുദ്ധത്തിന്റെ തീവ്രത കുറയാത്ത പക്ഷം വലിയ ആശങ്കയാണ് മുന്നിലുള്ളത് എന്ന് ചുരുക്കം.